ദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്ന് കരകയറിയില്ലെങ്കിലും ചൂരൽമല പതിയെ ജീവിതത്തിലേക്ക് തിരികെ വരികയാണ്. ചൂരൽമലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരുമാനമെന്ന് പറയുന്നത് കൃഷി തന്നെയാണ്. പ്രധാനമായും തോട്ടമേഖലയാണ്, തേയിലയും കാപ്പിയും ഒക്കെയാണ്. തേയിലത്തോട്ടങ്ങളൊക്കെ പതിയെ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. ശക്തമായ മഴയും കാറ്റുമുള്ളൊരു ദിവസം കൂടിയാണ് ഇന്ന്. പ്രതികൂലമായ കാലാവസ്ഥയിലും ആളുകൾ ജോലി മെല്ലെ തുടങ്ങുകയാണ്. ചേട്ടാ, ഒരു വലിയ ദുരന്തം നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമുക്ക് അവിടെ തോറ്റു നിൽക്കാൻ പറ്റത്തില്ല. തോൽക്കൂല. ഞങ്ങൾക്ക് ജീവിക്കണം. ഞങ്ങൾ എവിടെയാ വീണെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഉണരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ജോലി ചെയ്ത് തന്നെ ജീവിക്കണം എന്നാണ് ആഗ്രഹം. രാത്രിയിൽ എങ്ങനെയാണ് ഈ സംഭവം ഒന്ന് കണ്ടത്? ഇത് രാത്രി കണ്ടത് പറഞ്ഞാൽ എൻ്റെ മരുമകൾ, ചെറിയ മകൻ്റെ ഭാര്യ മുണ്ടക്കൈ എന്ന് പറയുന്ന അവിടെ നിന്നാണ് കല്യാണം കഴിച്ച് കൊണ്ടുവന്നത്. ആ വീട്ടുകാർ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ഉരുൾപൊട്ടിൻ്റെ ഓടിക്കോളിയും പറഞ്ഞു. അങ്ങനെ ഇവനൊരു കുഞ്ഞുമുണ്ട്. ആ കുഞ്ഞിനോട് ഞാൻ പറഞ്ഞു, ആ കുഞ്ഞിനെ എടുക്കുക പറഞ്ഞു. കുഞ്ഞിനെ എടുത്ത് കതവ് തുറക്കുമ്പോൾ വീട്ടിൻ്റെ മുറ്റം നിറയെ വെള്ളം. ഞാൻ പറഞ്ഞു കതവ് അടക്കി പറഞ്ഞു. ആ കതവ് അടക്കി എന്ന് പറഞ്ഞതിൻ്റെ ആ ക്യാപ്പിൽ കൂടി ഒരു 6-7 ബക്കറ്റ് വെള്ളം അകത്തേക്ക് വന്നു. വീണ്ടും രണ്ടാം പ്രാവശ്യം പൊട്ടി. ഭയങ്കരമായ ശബ്ദമായിരുന്നു. അപ്പം ഞങ്ങൾ എണീച്ച് എല്ലാവരും പുറത്തേക്ക് ഓടി. മകന് വാഹനം ഉണ്ടായിരുന്നു. ആ വാഹനത്തിൽ പോയി എല്ലാവരും കയറി. തറവാട് വീട് കുറച്ച് അപ്പുറത്തുണ്ടായിരുന്നു. ആ വീട്ടിലേക്ക് ഞങ്ങൾ പോയി. അറിയാവുന്ന ഒരുപാട് മനുഷ്യർ അതിനടിയിൽ പെട്ടുപോയി. അവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. ആൾക്കാർ ഇനിയും കിട്ടാനുണ്ട്. ആൾക്കാർ ഒരുപാടുണ്ട്. ഞാൻ താമസിക്കുന്നതിൻ്റെ അടുത്തു നിന്നാണ് കൂടുതൽ ആളെ കിട്ടിയത്. മരം വന്നിട്ട് അണ്ണയ്യൻ എന്ന് പറയുന്ന ആളുടെ സ്ഥലത്ത് മരം ലോഡ് കണക്കിന് വന്ന് ഒരു 1000 ലോഡെങ്കിലും ഉണ്ടാവും. അത്രയും വന്ന് കൂടിക്കിടക്കാണ്. പിറ്റേ ദിവസം തന്നെ 10 ഇറ്റാച്ചി വെച്ച് അതെല്ലാം മാന്തിയപ്പോൾ അവിടെ നിന്നെല്ലാം ബോഡികൾ കിട്ടുമായിരുന്നു. എൻ്റെ ഫ്രണ്ടായ ഒരു രാജേന്ദ്രനുണ്ട്. അയാളെ വീട്ടിന് അവിടെ നിന്ന് 6-7 ബോഡി അവിടെ നിന്നും കിട്ടി. വലിയ സങ്കടം ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോയല്ലേ പറ്റുള്ളൂ. അതല്ലേ? അത് ജോലി ചെയ്ത് പോകണം. അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് മാറ്റിയാണ് ഞങ്ങൾക്ക് കിടക്കാനുള്ളൊരു കിടപ്പാടം തരണം. അതിപ്പോൾ തരുമെന്ന് ഉറപ്പായിട്ടും സർക്കാർ പറഞ്ഞിട്ടുണ്ട്. അത് ധൈര്യമായിട്ട് വിശ്വസിക്കാം. അത് ഞങ്ങൾ വിശ്വസിച്ചാണ് ഇവിടെ തന്നെ ഇരിക്കുന്നത്. ഒന്നും പേടിക്കണം. നമ്മൾ വെറുതെ വാക്ക് പറയുന്നതല്ല. നമ്മളെല്ലാവരും നിങ്ങളുടെ കൂടെ മനസ്സുകൊണ്ട് എപ്പോഴും കൂടെ ഉണ്ടാകും. അതിൽ ഒരു സംശയം വേണ്ട. നാട് ഒരുമിച്ചുണ്ട് നിങ്ങളുടെ കൂടെ. അത്രത്തോളാണ് ഞങ്ങൾ ഇവിടെ ഇപ്പോഴും ഇത് ജോലി ചെയ്യാൻ വന്നിരിക്കുന്നത്. കാരണം ഇത് 17 ദിവസം കൊണ്ട് എടുത്തില്ലായിരുന്നെങ്കിൽ ഇത് ഒന്നിനും കൊള്ളൂല. പിന്നെ ഇത് എടുക്കൂല, ഈ തേയില. അപ്പൊ ഇത് വന്ന് വെട്ടി ശരിയാക്കണം. അതിന് ഒരുപാട് ആൾക്കാർ ഇവിടെ പണിയെടുത്തുകൊണ്ടിരുന്നതാണ്. ഇവർക്കൊക്കെ അറിയാം. ഇവിടെ ഞങ്ങൾ താമസമായിട്ട് 40-45 കൊല്ലമായി. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല. ഇതിനായിട്ട് നല്ല മഴയും കാറ്റും ഉണ്ടായിട്ട് ഒരു പ്രശ്നം ഞങ്ങൾ ഇവിടെ ഉണ്ടായില്ല. ഏത് കാലത്തും ജീവിക്കാൻ ഞങ്ങൾ ഇങ്ങനെ ആവുന്ന ഞങ്ങൾ ഒരിക്കലും കണക്കൂട്ടാത്തതാണ്. എന്താ ചെയ്യുക, ഞങ്ങളെ ഒരു വിധി. വേറൊന്നും പറയാൻ ഞങ്ങൾക്കില്ല. എങ്ങനെയും ഞങ്ങൾക്ക് ചെറിയൊരു വീട് കിട്ടുക, അതാണ് ഞങ്ങളെ മെയിൻ പ്രധാനം. 150 റുപ്യ ഞങ്ങൾക്ക് 2 വണ്ടിക്കൂലി ചിലവാ. എന്നിട്ട് ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ ഒരു ഓട്ടോ വിളിച്ചു പോയിട്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കും. 3-4 മണിയാവും ഉച്ചകത്തെ ഭക്ഷണം കഴിക്കാൻ. ഞങ്ങൾ രാവിലെ വരുമ്പോൾ ഒരു 10 മണിക്കുള്ള ഭക്ഷണമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആശങ്കകളുടെ നടുവിലാണ് പക്ഷേ എങ്കിലും ജീവിതത്തിലേക്ക് മെല്ലെ മടങ്ങി വരികയാണ്. ക്യാമറാമാൻ നിബിനൊപ്പം മനുമാടപ്പാട്ട്, കൈരളി ന്യൂസ്.